ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5:11 പഴയ നിയമത്തിലെ ജോബിനെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ, അതായത് ജോബിൻ്റെ പുസ്തകം, പഴയ നിയമ പുസ്തകത്തിൽ ജോബിനെ പറ്റി പറയുമ്പോൾ കർത്താവിനോട് അടുത്ത് ചേർന്ന് ജീവിച്ചൊരു വ്യക്തിയായിരുന്നു. പക്ഷെങ്കിൽ ഒത്തിരി ദുരിതങ്ങൾ, അതുപോലെ ഒത്തിരി നഷ്ടങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. എല്ലാവരും കർത്താവിനെ തള്ളിപ്പറയുക എന്ന് പറഞ്ഞിട്ട് പോലും ദൈവത്തോട് ചേർന്ന് കഷ്ടങ്ങൾ സഹിക്കുവാൻ ജോബ് പ്രാപ്തനായി. ജോബ് തൻ്റെ ജീവിതത്തിൽ ഇത്രയും ദുരിതങ്ങൾക്ക് ശേഷവും കർത്താവിനോടുള്ള വിശ്വാസം മുറുകെ പിടിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവസാനം ജോബിനെ ദൈവം ഇരട്ടിയായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, കർത്താവ് മഹാകരുണയും മനസ്സലിവുമുള്ളവനല്ലയോ. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ചിലപ്പോൾ ചില സഹനങ്ങളിലൂടെയായിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. ഇതൊന്നിൻ്റെയും അവസാനമല്ല. ഈ സഹന കാലഘട്ടം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വിശദീകരണമാണ്. തീർച്ചയായിട്ടും മനസ്സലിവുള്ള, ദയയും സ്നേഹവുമുള്ള കർത്താവ് നമ്മളെ ഓരോരുത്തരെയും തങ്ങളുടെ പ്രതിസന്ധിയിൽ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ ബലപ്പെടുത്തും. അതിനുശേഷം നമുക്ക് ഉള്ള അനുഗ്രഹങ്ങൾ ഇരട്ടിയായിട്ട് നൽകും. ഈ വചനത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. ആമേൻ.